Hi, next we have to do a problem related to generalized Newton's method. Generalized Newton's method. This is generalized Newton's method. എന്തായിരുന്നു ആ മെത്തേഡ്? ന്യൂട്ടൺസ് മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആൽഫ ഡബിൾ റൂട്ട് ആണെങ്കിൽ ആൽഫ ഇസ് പി ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന റൂട്ടാണ്. പി ടൈംസ് റിപ്പീറ്റഡ് റൂട്ട് ആണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് പി എഫ് ഓഫ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് എക്സ് എൻ ആയിരിക്കും അതിന്റെ ഫോർമുല വരിക. ഇനി അത് റൂട്ടാണ്, എക്സ് നോട്ട് സഫിഷ്യൻലി ക്ലോസ് ടു ആൽഫയാണ് എന്നെങ്കിൽ എക്സ് നോട്ട് സഫിഷ്യൻലി ക്ലോസ് ടു ആൽഫയാണെങ്കിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. എക്സ് നോട്ട് മൈനസ് പി എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് എക്സ് നോട്ട്, പിന്നെയുള്ളത് എക്സ് നോട്ട് മൈനസ് പി മൈനസ് വൺ ഇൻറ്റു എഫ് ഡാഷ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട്. ഈ രണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം രണ്ടും ഏകദേശം ക്ലോസ് ആയിട്ട് വരുവാണെങ്കിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഒരു ഡബിൾ റൂട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ചൂസ് എക്സ് നോട്ട് ഈക്വൽ ടു, അത് നമ്മൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ടെക്സ്റ്റിലുള്ള അത് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ജസ്റ്റ് എക്സ് നോട്ട് 1 ആയിട്ടും ചൂസ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ടെക്സ്റ്റിലുള്ള അതേപോലെ തന്നെ ചെയ്യുകയാണ്. എക്സ് നോട്ട് ഈക്വൽ ടു 0.8. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്ത് വരും? ദാറ്റ് ഈസ് 0.072. ഇനി എക്സ് നോട്ട് 1 ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവരും. ഈക്വൽ ടു ആക്ച്വലി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതൊന്നും തന്നിട്ടില്ല. എക്സ് നോട്ട് 0.8 ഒന്നും തന്നിട്ടില്ല. ആക്ച്വലി അത് 1 സ്റ്റാർട്ട് ചെയ്താൽ മതി, അതായിരിക്കും ഏറ്റവും ബെറ്റർ ആവുക. ഞാൻ മെത്തേഡ് പറഞ്ഞുതരാം. എക്സ് നോട്ട് 1 ആയിട്ട് എടുത്തു. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ എന്ത് വരും? എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു ആക്ച്വലി എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 പ്ലസ് 1. അപ്പോൾ എന്ത് വരും? -2 വരും. -2 പ്ലസ് 1 ആക്ച്വലി ദാറ്റ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് 0 വന്നു. ഓക്കെ, 1 റൂട്ടാണ്, 1 ഡബിൾ റൂട്ടാണ്. 1 2 ആണോ അല്ലയോ ഒന്നും കൂടി കിട്ടണം. അപ്പോൾ ഏകദേശം 1 എന്നല്ല 1 പോയിന്റ് സംതിങ് ആണ് അവിടെ വരിക. അപ്പോൾ അതുകൊണ്ടാണ് എക്സ് നോട്ട് എന്തായിട്ട് ചൂസ് ചെയ്തു? എക്സ് നോട്ട് ഈക്വൽ ടു 0.8 ആയിട്ട് ചൂസ് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് നോട്ട് എടുക്കുവാണെങ്കിൽ 0.072 വരും. എഫ് ഡാഷ് എക്സ് വാലുവേറ്റ് ചെയ്യുക. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 3x² മൈനസ് 2x മൈനസ് 1 ആണ്. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് ആണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 6x മൈനസ് 2 ആണ് വരിക. പിന്നെ നെക്സ്റ്റ് വാലുവേറ്റ് ചെയ്യുന്നത് എക്സ് നോട്ട് മൈനസ്, ഇനി നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നോട്ട് മൈനസ് ഇത് ഡബിൾ റൂട്ട് ആണോ ചെക്ക് ചെയ്യാൻ പി ഇവിടെ എന്തായിരിക്കണം? പി 2 ആയിരിക്കണം. പി 2 ആണെങ്കിൽ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0.8 മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 0.8 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് 0.8 ഇത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു ആക്ച്വലി 1.012 കിട്ടി. 1.012 ആണ് അതിൻ്റെ ആൻസർ കിട്ടുക. ഇനി നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ എക്സ് നോട്ട് മൈനസ് പി മൈനസ് 1 ഇൻറ്റു എഫ് ഡാഷ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട് വാലുവേറ്റ് ചെയ്താൽ ഇതിനടുത്തുള്ള റൂട്ട് തന്നെയാണെങ്കിൽ ഇവിടെ ഒരു ഡബിൾ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് വാലുവേറ്റ് ചെയ്ത് നോക്കുക. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 0.8 മൈനസ് പി മൈനസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. എഫ് ഡാഷ് എക്സ് നോട്ട് എഫ് ഡാഷ് ഓഫ് 0.8
divided by f double dash of 0.8 evaluate ചെയ്ത് നോക്കുക, which is equal to 1.043 കിട്ടി. 1.043 വന്നു, which is actually near to 1 ആയി, which is actually near to 1 ആണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് x1 is equal to എന്തായിട്ട് എടുക്കുക, x1 equal to 1.01 ആയിട്ട് ചൂസ് ചെയ്തു. ഇത് 1.043 ആണ് ഇതിൻ്റെ അടുത്തുള്ള വാല്യൂ. ഫസ്റ്റ് വണ് ഈ എക്സ് നോട്ട് കിട്ടിയ വാല്യൂസ് 1.012 ഇതെടുത്താലും പ്രശ്നമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, x1 മൈനസ് 2f ഓഫ് x1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x1 ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു 1.0001 ആണ് കിട്ടുക. 1.0001 ആണ് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുക. ഈ രീതിയിൽ അത് ഫോളോ ചെയ്താൽ മതിയാവും. Okay, so there is a double root at x is equal to 1.0001 ന്റെ അടുത്താണ് ഡബിൾ റൂട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുക, which is close to 1 ആണ്. റൈറ്റ്, ആ രീതിയിലാണ് ഇവാലുവേറ്റ് ചെയ്യുക. ഇവിടെ ഈസി മെത്തേഡാണ്, കാരണം അത് 1 റൂട്ടാണെന്ന് അറിയാം. അപ്പോൾ 1 റൂട്ടാണെങ്കിൽ ഏകദേശം അതിനടുത്തുള്ള ഒരു പോയിന്റ് 9 ഒക്കെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. Okay, next method is Ramanujan's method. Ramanujan's method. മെത്തേഡിൽ ഈ മെത്തേഡ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, രാമാനുജനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഐറ്ററേറ്റീവ് മെത്തേഡാണ്. സ്മോളസ്റ്റ് റൂട്ട് ഓഫ് ദ ഇക്വേഷൻ ഇവാലുവേറ്റ് ചെയ്യാനാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് സ്മോളസ്റ്റ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, where f of x ഏത് രീതിയിലേക്ക് മാറ്റണം, 1 മൈനസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര. എഫ് ഓഫ് എക്സ് ഈ രീതിയിലേക്ക് മാറ്റാം. എക്സ് സ്മോൾ ആണെങ്കിൽ ഇനി ഇതിനെ മാറ്റാൻ വരുത്തുന്നത് 1 മൈനസ് ഓഫ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്രനോട്, which is equal to b1 plus b1x plus b1 plus b2x plus b3x square plus etc. എടുക്കുക. ഇനി ഇതിനെ ബൈനോമിയൽ എക്സ്പാൻഷനിൽ എക്സ്പാൻഡ് ചെയ്തു. ഇത് റേസ് ടു -1 ഉണ്ട് കേട്ടോ, മാറിപ്പോയതാണ്. റേസ് ടു -1 ഉണ്ട് ഇവിടെ. എക്സ്പാൻഷനിൽ ചെയ്യുക. ദാറ്റ് ഇസ് 1 പ്ലസ് ഇതെന്ന് പറയുന്നത് ടോട്ടൽ എക്സ് ആയിട്ടാണ് വരിക ബൈനോമിയൽ എക്സ്പാൻഷനിൽ. അപ്പോൾ a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര, അത് ഒരു എക്സ്, പിന്നെ പ്ലസ് എക്സ് സ്ക്വയർ ആണല്ലോ. പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്രാൻ്റെ സ്ക്വയർ പ്ലസ് എക്സെട്ര ഈക്വൽ ടു ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, b1 പ്ലസ് b2x പ്ലസ് b3x സ്ക്വയർ പ്ലസ് എക്സെട്ര. കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് രണ്ടും കൂടി, എക്സിന്റെ കോഎഫിഷ്യന്റ്, കോൺസ്റ്റന്റിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ കോൺസ്റ്റന്റ് 1 ആണ്, ഇവിടെ കോൺസ്റ്റന്റ് b1 ആണ്. എന്ത് കിട്ടി, b1 ഈക്വൽ ടു 1 കിട്ടി. ഇതേ രീതിയിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ b1 1 കിട്ടും. പിന്നെ കിട്ടേണ്ടത് b1 1 കിട്ടി, b2 ഈക്വൽ ടു b2 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ a1 വന്നു, പിന്നെ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല അല്ലെ. സോ ദാറ്റ് ഇസ് a1 തന്നെ. സോ b2 ഈക്വൽ ടു a1 മാത്രമേ കിട്ടുള്ളൂ. അതിനൊന്ന് റീറൈറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു b1 1 ആണല്ലോ, സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് a1 b1. നെക്സ്റ്റ് b3 വാലുവേറ്റ് ചെയ്യുക. b3 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് a1 സ്ക്വയർ പ്ലസ് a2 എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 ഇൻറ്റു b2 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ a1 b1 ആണല്ലോ. അപ്പോൾ a1 b2 എടുത്തു. a1 ഒരു a1ന്റെ സ്ഥാനത്ത്
എന്ത് ചെയ്തു ഒരു b1 കൂടി അവിടെ b1 1 ആണല്ലോ സോ നോ പ്രോബ്ലം സോ ചെയ്യുന്നത് a1 into a1 plus a2 so this is equal to a1 into a1 b1 plus a2 into b1 no change so this is equal to a1 into a1 b1 b2 plus a2 into b1 right ഇനി b4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും a1 into b4 ആണെങ്കിൽ a1 into b3 ആണെങ്കിൽ a1 b2 plus a2 b1 വന്നു ഇവിടെയാണെങ്കിൽ a1 b3 plus a2 b2 bയിൽ ഇനി ഡിക്രീസ് ചെയ്യുക plus a3 b1 വരും ഈ രീതിയിലാണ് മുന്നോട്ട് പോണത് ഇൻ ടോട്ടൽ നമ്മളുടെ bn എന്ത് വരും a1 bn minus 1 plus a2 bn minus 2 plus etc plus an minus 1 b1